അല്ലാഹു കൊടുക്കുകയാണ്. ആ സന്തോഷ വാർത്ത അറിയിച്ചപ്പോൾ ഇബ്രാഹിം ഇസ്ലാമിക്ക് വളരെ സന്തോഷമായി. ആ കുഞ്ഞി പിറന്ന് മണ്ണിലേക്ക് വീണു. എന്നിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് അല്ലാഹുവിന്റെ കൽപ്പനയാണ് നിങ്ങളുടെ മകനെയും ഭാര്യയും മക്കയിൽ കൊണ്ടുപോയി ആ കഅബ ശരീഫിന്റെ അടുത്ത് കൊണ്ടുപോയി മക്കയിൽ കൊണ്ടുപോയി നിങ്ങൾ താമസിപ്പിക്കണമെന്ന് ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് അല്ലാഹുവിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാം ഹാജറ ബീവിയെയും ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും കൊണ്ട് മക്കത്തേക്ക് പോവുകയാണ്. മക്കത്തെ മരുഭൂമിയിൽ രണ്ടുപേരെയും ഉപേക്ഷിച്ചുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാം തിരിച്ചു പോവുകയാണ്. അത് 2 ദിവസത്തെ മാത്രം ഭക്ഷണം വെള്ളവും കരുതിയ ഹാജറ ബീവിയും ഇസ്മായിൽ അലൈഹിസ്സലാമും വിശന്നിട്ട് ദാഹിച്ച് വയ്യാതെ കിടക്കുമ്പോൾ ഹാജറ ബീവി സഫയുടെയും മർവയുടെയും കുന്നിന്റെ അരികിൽ ഓടുകയാണ് വെള്ളത്തിന് വേണ്ടി, ഒരിറ്റ് വെള്ളത്തിന് വേണ്ടി. ദാഹിച്ച് വിലയുന്ന മകനിക്ക് വെള്ളം കൊടുക്കണമെന്ന ഉദ്ദേശത്തോടെ അതാ വെള്ളത്തിന് വേണ്ടി ഓടുകയാണ് ഹാജറ ബീവി റളിയല്ലാഹു അൻഹ. ഹാജറ ബീവി റളിയല്ലാഹു അൻഹ ഓടി എവിടെയും വെള്ളം കിട്ടാനില്ല. അവസാനം അതാ ഇസ്മായിൽ അലൈഹിസ്സലാം കുഞ്ഞിയാകുന്ന ഇസ്മായിൽ അലൈഹിസ്സലാം